എന്തായാലും കോൺഗ്രസിൽ ഇത്തവണ കുറച്ച് ആശ്വാസമാണ് എന്നാണ് നേതാക്കൾ പറയുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞതായി KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് അവകാശപ്പെടുന്നുണ്ട്. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേയുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ആ ബോധ്യം എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് PC വിഷ്ണുനാഥ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം KPCCയിൽ പരാതിക്കാരെ കൊണ്ട് അല്ലെങ്കിൽ തിങ്ങി നിറയുമായിരുന്നു, ഇപ്പോഴതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിയുകയാണ്. വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് മീഡിയാവിനോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ? തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തുടങ്ങിയതാണ്. മിഷൻ 2025 എന്ന പേരിൽ നല്ല നിലയിൽ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റി. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഘടകകക്ഷി ചർച്ചകളൊക്കെ ഏതാണ്ട് എല്ലാം പൂർത്തിയായി. നല്ല നിലയിൽ കോർപ്പറേഷനിലൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം 90% പൂർത്തിയായിട്ടുണ്ട്. എല്ലാ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണ്ണയവും നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർഡുകളിലൊക്കെ കാണുന്ന ഒരു പ്രവണത, ഭൂരിപക്ഷം വാർഡുകളിലും വാർഡ് കമ്മിറ്റികൾ യുനാനിമസായ സ്ഥാനാർത്ഥികളെ അവർ തന്നെ തീരുമാനിച്ച് പാർട്ടിക്ക് ലിസ്റ്റ് നൽകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അത് മുകളിൽ നിന്ന് ആരെയും തീരുമാനിച്ച് അയക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട്, ഭരണവിരുദ്ധതയുണ്ട്. അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാവുന്നത് ഈ തമ്മിലടിയാണ്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടെ ഐക്യമുണ്ട് എന്ന് KPCC കരുതുന്നുണ്ടോ? ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ, നമുക്ക് ഒരു വാർഡിൽ തന്നെ നമ്മുടെ പലപ്പോഴും സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ നമുക്ക് ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവരത് ഉൾക്കൊണ്ടേ മതിയാവും. അപ്പോൾ അത്തരം സാഹചര്യത്തിലാണ് റിബലുകളൊക്കെ ഉണ്ടാകുന്നത്. ഇത്തവണ താങ്കൾ സൂചിപ്പിച്ചതുപോലെ താരതമ്യേന മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്തരം പ്രവണതകൾ വളരെ കുറവാണ്. എല്ലാവരും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. മുൻകാലങ്ങളിലുള്ളതിൻ്റെ അത്രയും വലിയ ഒരു പ്രയാസം ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ അല്ലെങ്കിൽ ഈ KPCCയിലൊക്കെ ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ പ്രശ്ന പരിഹാരത്തിൻ്റേതായിട്ടുള്ള ഒരു കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഒന്ന് തിങ്ങി നിറയേണ്ട ഒരു സ്ഥലമാണിത്. പക്ഷേ താഴെത്തട്ടിൽ പരിഹരിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ വലിയൊരു ആൾക്കൂട്ടം ഇത്തവണ കാണാതിരുന്നത്. ഇവിടെ ആൾ കൂടാൻ പാടില്ല. ഇവിടെ ആൾ കൂടിയ അതിൻ്റെ അർത്ഥം താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ തീരാതെ കിടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ആൾ കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം താഴെത്തട്ടിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ക്യാമറ പേഴ്സൺ S സനോഷിനോടൊപ്പം RB സനു, മീഡിയ 1. വിഷ്ണുനാഥ് പറഞ്ഞത് ഒരു കാര്യത്തിൽ ശരിയാണ്. എന്ന് വെച്ചാൽ പോയ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കി, ഒരു 10 സീറ്റ് എടുത്താൽ, ഇപ്പോൾ പഞ്ചായത്താവട്ടെ, നഗരസഭയാവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, ഒരു 10 സീറ്റ് എടുത്താൽ ഏറ്റവും മിനിമം 4 സീറ്റിൽ വിമതന്മാരുണ്ടാകും കോൺഗ്രസിന്. ആകെ കൂടി UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കുന്നത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും കിട്ടുന്ന സീറ്റുകളാണ്. അവരുടെ കാര്യങ്ങളിൽ കുറെ കൂടി ഒരു അച്ചടക്കം ഉണ്ടാവും. ഇവന്മാരുടെ കാര്യത്തിൽ ഒരു അച്ചടക്കം എവിടെ ഉണ്ടാവാറില്ല. ഇത്തവണ അത് കുറച്ചാൽ അവർക്ക് നല്ലത്. കാരണം 10 വർഷം പ്രതിപക്ഷത്തിരിക്കുക, ഇനി ഒരു 15 വർഷം കൂടി ഇരിക്കുക എന്നുള്ളത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല എന്നുള്ളത് കൂടി പ്രവർത്തകർക്ക് മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ശരി.